الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وبشر المخبتين الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സന്തോഷമുണ്ടായിരിക്കുക എന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും സന്തോഷമുള്ളവനായി ആ ഒരു സന്തോഷത്തിന്റെ ആസ്വാദനം, അനുഭവം അതിൽ കഴിച്ചുകൂട്ടാനുള്ള ഒരാഗ്രഹം പലപ്പോഴും നമ്മിലുണ്ട്. ആ ഒരു ആഗ്രഹമുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുന്ന ഓഫറുകൾ നമുക്ക് സന്തോഷമാണ്, നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ നമുക്ക് സന്തോഷമാണ്, നമുക്ക് ലഭിക്കുന്ന ഭൗതികമായിട്ടുള്ള പലതരത്തിലുള്ള ഉന്നതിയും നമുക്ക് സന്തോഷമാണ്. നമ്മുടെ സന്തോഷങ്ങളെ നിർണയിക്കുന്ന പലവിധ കാരണങ്ങളും കാര്യങ്ങളുമുണ്ട്. അതിൽ ഹലാലുണ്ട്, അതിൽ ഹറാമായ കാര്യങ്ങളുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ ഒരു പ്രയോഗമുണ്ട്. പ്രവാചകരെ താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ്. ബശിർ, താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക. അങ്ങനെ സന്തോഷവാർത്ത അറിയിക്കുന്നവനായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടുള്ളത്. ബഷീറും നദീറുമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഷീർ എന്നത് സന്തോഷത്തിന് വേണ്ടി പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിന്ദിക്കാൻ വേണ്ടിയിട്ടും പരിഹസിക്കാൻ വേണ്ടിയിട്ടും കൊച്ചാക്കാൻ വേണ്ടിയിട്ടും അള്ളാഹു ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അവർക്ക് നീ കഠിനമായ ശിക്ഷയെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. കഠിനമായ ശിക്ഷ ഒരിക്കലും സന്തോഷവാർത്തയല്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അത് ആ ഒരു വിഭാഗത്തെ എത്രത്തോളം അവർ അധപ്പതിച്ചു പോയിട്ടുണ്ട് എന്നതിന്റെ ആഴം തെളിയിക്കാൻ ഒരു നിന്ദിക്കലിന്റെ, നിന്ദതയുടെ, കൊച്ചാക്കലിന്റെ, കുറവാക്കലിന്റെ ഭാഗമായിട്ട് ഖുർആൻ പ്രയോഗിക്കുന്ന ശൈലിയാണ്. എന്നാൽ പോസിറ്റീവായ തരത്തിൽ ഖുർആൻ ബശിർ, പ്രവാചകരെ താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ചില വിഭാഗങ്ങളുണ്ട്, ചില ആളുകളുണ്ട്, ചില വ്യക്തികളുണ്ട്. അതിലൊന്നാമത്തെ ആളുകൾ ആരാണ്? അത് മുഅ്മിനീങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ് മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾക്ക്. വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് പ്രവാചകരെ താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക. വത്തഖുല്ലാഹ വഅലമു അന്നകും മുലാഖൂഹ്,
നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, തീർച്ചയായിട്ടും അല്ലാഹുവിനെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. വബശ്ശിരിൽ മുഅ്മിനീൻ, അപ്പോൾ മുഅ്മിനുകൾക്ക് പ്രവാചകരെ താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക എന്നതാണ്. സൂറത്തുൽ യൂനുസിന്റെ 87-ാമത്തെ ആയത്തിൽ وأوحينا إلى موسى وأخيه أن تبوأ لقومكما بمصر بيوتا وجعلوا بيوتكم قبلة وأقيموا الصلاة وبشر المؤمنين وجعلوا بيوتكم قبلة നാം അവരുടെ വീടുകളെ ഖിബ്ലയാക്കിയിരിക്കുന്നു. വഅഖീമു الصلاة, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് പ്രവാചകരെ താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക. ഇതേ പ്രയോഗങ്ങൾ സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂൻ السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. അത്തായിബൂന, തൗബ ചെയ്യുന്ന ആബിദീങ്ങളായിട്ടുള്ള, പടച്ചറബിനെ സ്തുതിക്കുന്ന, പടച്ചറബിന്റെ ദീനിന്റെ ആരാധനകളിൽ മുഴുകുന്ന, റുകൂഇലും സുജൂദിലും സമയം ചിലവഴിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ കാക്കുന്ന, അള്ള വെച്ച അതിർവരമ്പുകളെ കാക്കുന്ന, അങ്ങനെ വ്യത്യസ്ത വിശേഷണങ്ങൾ പറഞ്ഞിട്ട് അള്ള പറയാണ് അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾക്ക് വബശ്ശിരിൽ മുഅ്മിനീൻ, അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾക്ക് താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ്. സൂറത്തുൽ ബഖറയിൽ 25-ാമത്തെ ആയത്ത് വബശ്ശിരിൽ ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون وبشر الذين آمنوا وعملوا الصالحات. വിശ്വസിക്കുകയും സുകൃതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക്. അപ്പോൾ വിശ്വാസികൾക്കെന്ന് പ്രത്യേകം പറഞ്ഞു. അതിന്റെ പുറമെ ആ വിശ്വാസം പ്രവർത്തനത്തിലൂടെ പ്രകടിപ്പിക്കുന്ന, പുണ്യപ്രവർത്തനങ്ങളിൽ മുഴുകുന്ന മുഅ്മിനീങ്ങളായ ആളുകൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. എന്താ സന്തോഷവാർത്ത അറിയിക്കേണ്ടത്? ജനങ്ങളെല്ലാം ഭയവിഹ്വലരായി പേടിച്ച് വിറച്ചു ബേജാറായി നിൽക്കുന്ന ആ പരലോകത്ത് അന്നലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗ പൂന്തോപ്പുകൾ അവർക്ക് നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തി റിസ്ഖ ഖാലൂ ഹാദാ അല്ലദീ റുസിഖനാ മിൻ ഖബൽ. ആ സ്വർഗ്ഗത്തിൽ അവർ പ്രവേശിച്ച് സ്വർഗ്ഗത്തിന്റെ വിഭവങ്ങൾ അവർക്ക് നൽകുമ്പോൾ, അതിലെ പഴവർഗ്ഗങ്ങൾ അവിടുത്തെ സേവകന്മാർ വെച്ച് നീട്ടുമ്പോൾ അവർ പറയും ഞങ്ങളിത് കഴിച്ചതാണല്ലോ. അപ്പോൾ ഇത് നൽകുന്ന സേവകന്മാർ പറയും വഉതൂബിഹി മുതശാബിഹ, ഇത് നിങ്ങൾക്ക് നൽകപ്പെട്ടതല്ല, ഇത് അതുപോലെയുള്ള ഒന്നാണ്. നിങ്ങൾ കഴിച്ചതിന്റെ രൂപം ഇതിനുണ്ടെങ്കിലും കോലം ഇതിനുണ്ടെങ്കിലും ഇതല്ല, ഇത് മറ്റൊന്നാണ്, കഴിച്ചു നോക്കൂ. അപ്പൊ കാഴ്ചക്ക് ഒരേ കോലത്തിലുള്ളതായിരിക്കാം, പക്ഷേ ഓരോ തവണ കഴിക്കുമ്പോഴും ഡിഫറന്റ് ടേസ്റ്റ് ആണ് അള്ളാഹു അതിലെല്ലാം വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് ശുദ്ധകളായിട്ടുള്ള പരിശുദ്ധിയുള്ള ഇണകളുണ്ട്. നിങ്ങൾ ആ ഒരു സന്തോഷകരമായ ലോകത്ത് നിന്ന് പുറത്താക്കപ്പെടുകയോ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തടയപ്പെടുകയോ ചെയ്യൂല. വഹും ഫീഹാ ഖാലിദൂൻ, അവർ അവിടെ ശാശ്വതന്മാരായിരിക്കുന്നതാണ്. ധാരാളം ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംഗതി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വബശ്ശിരിൽ ലദീന ആമനൂ അന്ന ലഹും ഖദമ സിദ്ഖിൻ ഇൻദ റബ്ബിഹിം ഖാലൽ കാഫിറൂന ഇന്ന ഹാദാ ലസാഹിറും മുബീൻ വബശ്ശിരിൽ മുഅ്മിനീന ബിഅന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറാ يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم جنات تجري من تحتها الأنهار خالدين فيها ذلك هو الفوز العظيم. സൂറത്ത് യൂനുസിലെ 2-ാമത്തെ ആയത്ത്, സൂറത്ത് അഹ്സാബിലെ 47-ാമത്തെ ആയത്ത്, സൂറത്ത് ഹദീദിലെ 12-ാമത്തെ ആയത്ത്. ഇവിടൊക്കെ പറയുന്നത് എന്താണ്? ബശ്ശിരിൽ മുഅ്മിനീന ബിഅന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറാ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വലിയ ഫദ്ല് വിശ്വാസി വൃന്ദത്തിനുണ്ടെന്ന് പ്രവാചകരെ താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ പ്രകാശം നൽകും മുഅ്മിനായ ആണിനും മുഅ്മിനായ പെണ്ണിനും. അപ്പോൾ നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, ഞാൻ ശരിക്കുള്ള ഒരു മുഅ്മിനാണോ? വിശ്വസിക്കേണ്ട മുഴുവൻ കാര്യത്തിലും യാതൊരുവിധ ശക്കുമില്ലാതെ റൈബുമില്ലാതെ
പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഉൾക്കൊണ്ട് ആ വിശ്വാസത്തെ കർമ്മപദത്തിലൂടെ തെളിയിക്കുന്നവനാണോ ഞാൻ എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട കാര്യമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഖുർആൻ സന്തോഷവാർത്ത അറിയിച്ചിട്ടുള്ള ആൾക്കാരാരാണ്? അത് മുഅ്മിനീങ്ങളാണ്. അവർക്ക് ദുനിയാവിൽ അല്ലാഹുവിന്റെ സുരക്ഷയുണ്ട്, ഖബറിൽ സമാധാനവും സന്തോഷമുണ്ട്. പരലോകത്ത് ഒരാൾക്കും സമ്പത്ത് കൊണ്ടോ ശരീരം കൊണ്ടോ അധികാരം കൊണ്ടോ വില കൊടുത്തു വാങ്ങാൻ പറ്റാത്തത് അത് സ്വർഗമാണ്. മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ ഖുദൂഹു ഫഖുല്ലൂ സുമ്മൽ ജഹീമ സല്ലൂ. വലിയ അധികാരവും വലിയ സമ്പത്തൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരെ ഇടത്തേക്ക് കിതാബ് നൽകപ്പെട്ട് നരകത്തിലേക്ക് വലിച്ചെറിയാൻ നിൽക്കുന്ന സമയത്ത് അവർ പറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ അധികാരം ഉപകാരപ്പെട്ടില്ല, ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ല, ഞങ്ങളുടെ സ്വാധീനം ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നത് ആരാണ്? വലിയ വലിയ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, വിശ്വാസം കൊണ്ട് മാത്രം വിജയിക്കുന്ന പരലോകത്തും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാവലുകൊണ്ടും സുരക്ഷ കൊണ്ടും മാത്രം ജീവിതം തള്ളി നീക്കാൻ കഴിയുന്ന ഈ ദുനിയാവിലും അള്ളാഹുവിന്റെ സഹായവും സന്തോഷവും പടച്ചറബ് അറിയിച്ചിട്ടുള്ളത് മുഅ്മിനീങ്ങളോടാണ്. അതുകൊണ്ട് ചുറ്റുപാടും ചിതറിത്തെറിച്ച ചിന്തകൾ നമ്മുടെ ഫോണിലേക്കും നമ്മുടെ കാതുകളിലേക്കും നമ്മുടെ കണ്ണുകളിലേക്കും വരുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ചും റസൂലിനെക്കുറിച്ചും ഖുർആനിനെക്കുറിച്ചും സംശയം ജനിപ്പിച്ച് നമ്മയൊക്കെ നിരീശ്വരത്വത്തിലേക്കും നിർമ്മതവാദത്തിലേക്കും അതുപോലെ തന്നെ സ്വതന്ത്ര ചിന്തയുടെ പേരും പറഞ്ഞ അശ്ലീല ആഭാസങ്ങളിലേക്കും നമ്മെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളുകളുടെ തന്ത്രങ്ങളെ ഗൗരവത്തോടുകൂടെ നോക്കിക്കാണുകയും സംശയമില്ലാത്ത മുഅ്മിനീങ്ങളായിക്കൊണ്ട്, യഥാർത്ഥ മുഅ്മിനീങ്ങളായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുകയും ആ ഈമാനിലേക്ക് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് അല്ലാഹു. രണ്ടാമത്തെ ആരാണെങ്കിൽ തബ്ശീറുൽ മുഖ്ബിതീൻ എന്നാണ്. ഈമാൻ സാക്ഷാത്കരിച്ച് പടച്ചറബിന്റെ മുമ്പിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് മത്സരിക്കുന്ന ആ ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങേയറ്റത്തെ വിനയാന്വിതന്മാരായിരിക്കും, താഴ്മയുള്ളവരായിരിക്കും. സൂറത്ത് ഹജ്ജിന്റെ 34-35 ആയത്തിൽ അള്ളാഹു പറയാണ്, വബശ്ശിരിൽ മുഖ്ബിതീൻ. അള്ളാഹനെ മാത്രം നിങ്ങൾ ആരാധിക്കാവൂ, ആ പടച്ചോനെ നിങ്ങൾ പൂർണ്ണമായിട്ട് കീഴൊതുങ്ങണം എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാണ്, വബശ്ശിരിൽ മുഖ്ബിതീൻ. വിനയാന്വിതന്മാരായിട്ടുള്ള താഴ്മയുള്ള ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക പ്രവാചകരെ. അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങുന്ന ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അങ്ങേയറ്റത്തെ വിനയപ്പെടുന്ന ആളുകൾ, അൽ മുതവാദിഊന ലില്ലാഹി അസ്സ വജൽ. അള്ളാഹുവിന്റെ മുമ്പിൽ തവാദുഅ കാണിക്കുക, അങ്ങേയറ്റത്തെ വിനയം കാണിക്കുക പടച്ചറബിന്റെ മുമ്പിൽ. ആ ഒരു വിനയത്തിൽ നിന്നുകൊണ്ട് അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നു, അള്ളാഹ് വിലക്കിയത് പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്നു. കാരണം അള്ളാഹുവിന്റെ അദമത്തും അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിന്റെ സ്ഥാനവും പഠിച്ചു മനസ്സിലാക്കിയിട്ട് അവർക്ക് പേടിയും ബേജാറുമാണ്. അങ്ങനെയുള്ള വിനയാന്വിതന്മാരാവുക. നമുക്ക് പടപ്പുകളുടെ മുമ്പിൽ നമ്മൾ വിനയാന്വിതന്മാരാണ്. ആളുകൾ കാണുമോ അറിയോ കാണാണ്ടൊക്കെയുള്ള എല്ലാ മാർഗങ്ങളും രീതികളും എല്ലാം നമ്മൾ ഉറപ്പിച്ചിട്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് നയിക്കുന്നത്. ആളുകളുടെ മുമ്പിൽ നമ്മുടെ അഭിമാനം ശതപ്പെട്ടുകൂടാ, ആളുകളുടെ മുമ്പിൽ നമുക്കുള്ള അംഗീകാരം കുറഞ്ഞുകൂടാ. ആളുകളുടെ മുമ്പിൽ എപ്പോഴും നമ്മൾ മാന്യന്മാരായിരിക്കണം. എന്നാൽ അതേ നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ അഹങ്കാരിയാണോ അതല്ല മുഖ്ബിത്താണോ? അള്ളാഹുവിന് മുമ്പിൽ വിനയമുള്ള ഒരു ദാസനായി നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ട്. ഏകാഗ്രതയിൽ നീ പറയല്ലേ ഞാൻ ഒറ്റക്കാണ്. വലാകിൻ ഖുൽ അലയ്യ റഖീബു, നീ പറ എന്റെ കൂടെ ഒരു റബ്ബുണ്ട്, അവൻ എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. ആ റബ്ബിനെ ഭയപ്പെടാൻ, ആ റബ്ബിന്റെ മുമ്പിൽ വിനയം കാണിക്കാൻ, ആ റബ്ബിന്റെ കൽപ്പനക്ക് മുന്നിൽ വിനയാന്വിതനായിക്കൊണ്ട് കീഴുതുങ്ങാൻ, ആ റബ്ബിന്റെ മുമ്പിൽ നിസ്കരിക്കുമ്പോൾ അങ്ങേറ്റത്തെ താഴ്മയോടുകൂടെ എളിമയോടുകൂടെ ഫഖീറായി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വബശ്ശിരിൽ മുഖ്ബിതീൻ. മുഖ്ബിതീങ്ങൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون. എന്താണ് മുഖ്ബിതീങ്ങളുടെ പ്രത്യേകത? അവരുടെ ഒന്നാമത്തെ പ്രത്യേകത الذين إذا ذكر الله وجلت قلوبهم. എടാ പടച്ചോൻ ഇഷ്ടമല്ല, പടച്ചോൻ വിലക്കിയതാണ്, ഹറാമാക്കിയതാണ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടൂല, അള്ളാഹ് കാണണ്ടിട്ടോ എന്ന് പറയുമ്പോൾ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് വിറകൊള്ളും. അതാണ് അവിടെ ഒന്നാമത്തെ പ്രത്യേകത. വിനയമുണ്ട് എന്നതിന്റെ അടയാളം എന്താണ്? അള്ളാഹിനെ ഓർക്കുമ്പോൾ, അള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയം കിടുങ്ങും. എന്തുകൊണ്ട്? പടച്ചറബിന്റെ മഹത്വം അത്രയും വലുതാണ്. അള്ളാഹു നമ്മേക്കാൾ അല്ലേ, നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ ഒന്നുമല്ല. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നമ്മൾക്ക് ഫക്കീറുകളാണ് അള്ളാഹിന്റെ മുമ്പിൽ അല്ലേ. ആ അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ അവിടെ ഹൃദയം കിടുങ്ങും, ബേജാറാകും, പേടിച്ചു വറക്കും. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? വസ്സാബിരീന അലാ മാ അസാബഹും. മനുഷ്യനെ ബാധിക്കാനിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ഫിത്നകൾ,
കുഴപ്പങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടനഷ്ടങ്ങൾ, അവിടൊക്കെ അവർ ക്ഷമിക്കും. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാൻ അവർ ക്ഷമിക്കും. അള്ളാഹ് വിലക്കിയത് മാറ്റി നിർത്താൻ അവർ ക്ഷമിക്കും. അള്ളാഹു നമ്മുടെ ഈമാനിനെ അളക്കാൻ, നമ്മെ ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ, ആഖിറത്തിന് നമ്മളെ തയ്യാറാക്കാൻ അള്ളാഹു വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് നമ്മളെ പിടിക്കുമ്പോ അവിടെ ക്ഷമിക്കും. ജസഅ കാണിക്കില്ല. എന്താ ജസഅ? അള്ളാഹിനോട് ദേഷ്യം കാണിക്കും. ഒരുമാതിരി പരീക്ഷണമായി പോയി. നിസ്കരിച്ചിട്ട് നോമ്പോറ്റിട്ട് എന്നെ തന്നെയാണ് അത് ബാധിക്കുന്നത് എന്നൊന്നും അവൻ പറയില്ല. എന്ത് ബാധിച്ചാലും അവൻ ക്ഷമിക്കും. എന്ത് കിട്ടിയാലും അവൻ ശുക്ർ കാണിക്കും. എന്ത് ബാധിച്ചാലും അവൻ ക്ഷമിക്കും. അതാ അവന്റെ രണ്ടാമത്തെ ക്വാളിറ്റി. മൂന്നാമത്തെ ക്വാളിറ്റി എന്താ അറിയോ? വൽ മുഖീമിസ്സലാ, നമസ്കാരം നിലനിർത്തും. ഏത് ഘട്ടത്തിലും തന്നെ കാത്തിരിക്കുകയാണ് പേഷ്യൻസ്. പക്ഷേ ബാങ്ക് വിളിക്കുകയാണ്, ഡോക്ടർ ഇറങ്ങിപ്പോവാണ് ജമാഅത്തിന്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ കുറിച്ച് പറഞ്ഞു, ബീച്ചിൽ നല്ല കച്ചവടമുള്ള സ്ഥലത്ത് ഒരു ഷോപ്പിട്ട് ജ്യൂസ് കച്ചവടം ചെയ്യുന്ന അയാള് എത്ര തിരക്കുണ്ടെങ്കിലും ഷട്ടർ താഴ്ത്തിയിട്ട് ആൾക്കാരോട് പറയും, നിങ്ങൾ കുടിച്ചിട്ട് ഗ്ലാസ്സോടെ വെച്ചിട്ട് ഗൂഗിൾ പേ അയച്ചിട്ട് പോയിക്കോളി, നിസ്കരിക്കാൻ പോത്രേ. നമ്മളൊക്കെ ആണെങ്കിൽ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടൂലേ? നല്ല കച്ചവടമുള്ള ടൈമാണ്, ഒന്നിച്ച് കൂട്ടിയടിച്ചാൽ മതിയല്ലോ. 17 മണിക്കൂർ ഡ്യൂട്ടിയാണ്, നിസ്കരിക്കാൻ സമയമില്ലാഞ്ഞിട്ട് ഇശ കഴിഞ്ഞിട്ട് രാത്രി എല്ലാം കൂട്ടിയടിക്കലാണ്. ആര് പറഞ്ഞു ഇത്ര സമയം ഡ്യൂട്ടി എടുക്കാൻ? എന്തിനെത്രയൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിക്കേണ്ട ആവശ്യം? തിന്നാതെയും കുടിക്കാതെയും നിസ്കരിക്കാതെയുമാണ് മക്കളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ആര് പറഞ്ഞു നിസ്കരിക്കാതെ ഉണ്ടാക്കാൻ? നിസ്കാരം നമ്മളിവിടെ വന്ന് തന്നെ നിസ്കരിക്കാനാണ്, ഇബാദത്ത് ചെയ്യാനാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ മുഖ്ബിതീങ്ങളായ പടച്ചറബിന്റെ മുമ്പിൽ വിനയാന്യതന്മാരായിട്ടുള്ള ആളുകള്, അവരുടെ പ്രത്യേകത അവർ നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരായിരിക്കുന്നതാണ്. നിലനിർത്തുക എന്നുള്ളത് എപ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്യാന്നുള്ളതല്ല. ഒരു ബോധം കെട്ടുണ്ടാവുമ്പോൾ ഒരു ആക്സിഡന്റ് കണ്ടപ്പോൾ പിന്നെ 4 ദിവസം ഭയങ്കര നിസ്കാരം, നോമ്പ്, ഖുർആനോത്തു, അത് കഴിഞ്ഞപ്പോഴാണ് പോയി. അങ്ങനെയല്ല, ഒരു നിലനിർത്തുക. അതാണ് മുഖീമിസ്സലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നാലാമത്തവരുടെ പ്രത്യേകത, അള്ളാഹു നൽകിയിട്ടുള്ളതെല്ലാം അള്ളാഹ്ക്ക് വേണ്ടി ചിലവഴിക്കും. നിർബന്ധമായി ചിലവഴിക്കേണ്ട കാര്യം സക്കാത്ത്. സ്വന്തം കുടുംബത്തിന്, മക്കൾക്കൊക്കെ കൊടുക്കേണ്ട ചെലവ് അത് നിർബന്ധ ബാധ്യതയാണ്. അതുകൊണ്ട് പഴി പറയണ്ട, ബേജാറാകണ്ട, ഭാര്യയെ ചീത്ത വിളിക്കണ്ട, അതിന്റെ പേരിൽ കലഹവും വക്കാണവും ഉണ്ടാക്കണ്ട. അത് പടച്ചറബ് നമ്മെ ഏൽപ്പിച്ച നിർബന്ധ ബാധ്യതയാണ്. ഭാര്യയ്ക്ക് വരുമാനമുണ്ടെങ്കിൽ പോലും ഭർത്താവിന്റെ ചുമതലയാണ് കുടുംബത്തെ നോക്കുക എന്നുള്ളത്. അങ്ങനെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ച എന്താ? വബശ്ശിരിൽ മുഖ്ബിതീൻ, അങ്ങനെയുള്ള ദാസന്മാർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. അവർ അള്ളാന്റെ മാർഗത്തിൽ ഫർളായിട്ടുള്ളതും സുന്നത്തായിട്ടുള്ളതുമായിട്ടുള്ള നിലക്ക് യഥേഷ്ടം ചിലവഴിക്കും. അങ്ങനെയുള്ള മുഖ്ബിത്തീങ്ങളായിട്ടുള്ള ഈ 4 ക്വാളിറ്റിയുള്ള മുഖ്ബിത്തീങ്ങളായ അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്യതന്മാരായി കുമ്പിടുന്ന ആ ദാസന്മാർക്ക് നബിയെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കാം. മൂന്നാമത്തെ ആരാണ്? തബ്ശീറുൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളാണ്. മുഹ്സിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണ്. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ ولا دماؤها ولكن يناله التقوى منكم كذلك سخر لكم لتكبروا الله على ما هداكم وبشر المحسنين. ഇഹ്സാൻ ചെയ്യുന്നവർക്ക് പ്രവാചകരെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. സാഹചര്യം ബലികർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ ആയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചത് ഇഹ്സാൻ ചെയ്യുന്നവർക്ക്. ബലിമൃഗത്തെ നന്നായി പോറ്റി വളർത്തി തുടുത്ത മുഴുത്ത ഒരു ഉരുവാക്കി അതിനെ അങ്ങേറ്റം സ്നേഹിച്ച് ലാളിച്ച് പോറ്റിക്കൊണ്ട് നടന്നതിനെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ബലിയറുക്കുമ്പോ കണ്ണ് നിറച്ചിട്ട് ബലിയറുക്കുന്ന ആ മനുഷ്യൻ അള്ളാഹ്ക്ക് വേണ്ടി ഇഹ്സാൻ ചെയ്യുക. ഫഅഹ്സിനൂ, നിങ്ങൾ ഇഹ്സാൻ ചെയ്യുക. ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ, അള്ളാഹ് ഇഹ്സാൻ ചെയ്യുന്നവരോടൊപ്പമാണ്. അള്ളാഹിനെ കാണുന്നത് പോലെ ആരാധന നിർവഹിക്കുക, അത് അള്ളാഹിനോടുള്ള ഇഹ്സാനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുധാവനം ചെയ്യുക, അത് നബിയോടുള്ള ഇഹ്സാനാണ്. ദീനുൽ ഇസ്ലാമിലെ എല്ലാ കൽപ്പനകളും പാലിച്ച് വിലക്കുകൾ മാറ്റിവെച്ച് മുന്നോട്ട് പോവുക, അത് ദീനിനോടുള്ള ഇഹ്സാനാണ്. നമ്മുടെ ചുറ്റുപാടും നമ്മെ ആശ്രയിച്ച് ജീവിക്കുന്നവരോട് സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും വർത്തിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ കുടുംബത്തോടും നമ്മുടെ ബന്ധുക്കളോടും കാണിക്കുന്ന ഇഹ്സാനാണ്. സഹജീവികളെ സഹായിക്കുന്ന, പരിപാലിക്കുന്ന, പരിചരിക്കുന്നത് ജനങ്ങളോടുള്ള ഇഹ്സാനാണ്. ജന്തുക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത്, അവരെ പീഡിപ്പിക്കാതിരിക്കുന്നത്, അവരോട് നന്മ കാണിക്കുന്നത്, അവരെ അറുക്കുമ്പോൾ കത്തി നന്നായി മൂർച്ച കൂട്ടിയിട്ട് ഒറ്റ വെപ്പിൽ അവരുടെ ജീവൻ കളയുന്നത് അവരോട് കാണിക്കുന്ന ഇഹ്സാനാണ്. അങ്ങനെയുള്ള മുഹ്സിനീങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് പറയും. ദുനിയാവത്തിന്റെ സന്തോഷം. ഈ വേണ്ടാത്ത കുറെ മാത്താങ്കൂത്ത് വലിച്ചു കൂട്ടി കൊണ്ടുനടന്നിട്ടല്ലേ നമുക്ക് ഈ അസ്വസ്ഥത? അല്ലേ? പടച്ചറബ് അനുവദിച്ചിട്ടില്ലാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് പേടി, നമുക്ക് ബേജാറ്, നമുക്ക് വെപ്രാളം, നമുക്ക് പ്രയാസം? ഇല്ലെങ്കിൽ എന്ത് പേടിക്കാനാണ്? അതുകൊണ്ട് പടച്ചറബ് സുബ്ഹാനഹു വ തആല നന്മയായി പഠിപ്പിച്ചത് ജീവിതത്തിൽ കൊണ്ടു നടക്കുമ്പോൾ ഇവിടെയും സന്തോഷമാണ്, ഖബറിലും സന്തോഷമാണ്, പരലോകത്തും സന്തോഷമാണ്. ഹൽ ജസാഉൽ ഇഹ്സാനി
ഇല്ലൽ ഇഹ്സാൻ. ഇഹ്സാൻ ചെയ്തവന് ഇഹ്സാനാകുന്ന സ്വർഗമല്ലാതെ ഞാൻ എന്താ കൊടുക്കാന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട് ഖുർആനിൽ. അതുകൊണ്ട് മുഹ്സിനീങ്ങളാവുക, മുഅ്മിനീങ്ങളാവുക, മുഖ്ബിതീങ്ങളാവുക, സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്നവരാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ സന്തോഷ വാർത്തയെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. വല്ലാഹു ലാ യുഖ്ലിഫുൽ മിആദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും കരാർ ലംഘിക്കാത്തവനാണ്. സന്തോഷം ലഭിക്കുമെന്ന് കരുതി നാം മുന്നോട്ട് വെച്ച പല കാൽവെപ്പുകളും നമുക്ക് ദുഃഖമാണ് ഉണ്ടാക്കിയത്. വമ്പിച്ച വരുമാനം ലഭിക്കുമെന്ന് കരുതി നാം മുന്നോട്ടെടുത്തുവെച്ച ബിസിനസ് നമ്മെ കടത്തിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾ അസ്ഥാനത്തായിട്ട് മാറാറുണ്ട്. ഇവിടെ മറ്റുള്ളവരുടെ സന്തോഷ വാർത്തകളും ഓഫറുകളിലും പലപ്പോഴും നമ്മൾ വഞ്ചിക്കപ്പെടാറുമുണ്ട്. ഓഫറിട്ട് വാങ്ങിച്ച പല സാധനങ്ങളും നമുക്ക് പിന്നീട് തലവേദനയായി മാറാറുണ്ട്. ഇത് അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തെ കള്ളത്തരമുള്ള സന്തോഷ വാർത്തയല്ല. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ സന്തോഷ വാർത്തയാണ്. ഇലാഹിയായിട്ടുള്ള അള്ളാഹുവിന്റെ ഇൽമ്, വഹി, അതിലൂടെ ലോകം ശ്രവിച്ച സന്തോഷ വാർത്തയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ശരിയായ മുഅ്മിനീങ്ങളാവുക. പടച്ചറബിന്റെ മുന്നിൽ വിനയമുള്ളവരായി അവന് കീഴ്തുങ്ങുക. അള്ളാഹു നന്മയായി പഠിപ്പിച്ച സുഹൃതങ്ങൾ എന്തെല്ലാമാണോ അത് പരമാവധി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിവെക്കുക. നമ്മുടെ ജോലി ചെയ്യുമ്പോൾ പോലും നല്ല നിയ്യത്തിൽ ചെയ്യുക. നടന്നു പോകുമ്പോൾ തസ്ബീഹ് ചൊല്ലുക. മറ്റുള്ളവരെ സഹായിക്കുക. വാഹനത്തിൽ തനിച്ചു പോകുമ്പോൾ മറ്റുള്ളവരെ ഡ്രോപ്പ് ചെയ്ത് അതിന്റെ പ്രതിഫലം നേടുക. റോഡ് ക്രോസ് ചെയ്യാൻ പ്രയാസപ്പെടുന്നവരെ റോഡ് ക്രോസ് ചെയ്യിച്ചു കൊടുക്കുക. സാധനങ്ങൾ വീണുപോയവരുടെ സാധനങ്ങൾ എടുത്തു കൊടുക്കുക. വാഹനത്തിൽ കയറാൻ മറ്റുള്ളവരെ സഹായിക്കുക. കിണറില്ലാത്തവർക്ക്, വെള്ളമില്ലാത്തവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക. വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക. ഭക്ഷണമില്ലാത്തവർക്ക് പ്രതിമാസത്തിൽ ഒരു ചെറിയ കിറ്റ് നമ്മുടെ വകയായിട്ട് വീടുകളിലേക്ക് എത്തിക്കുക. നമുക്ക് ചെയ്യാവുന്ന ഇഹ്സാനുകൾ ചെയ്താൽ ഫബശ്ശിരിൽ മുഹ്സിനീൻ. നാലാമത്തെ കാര്യം അറിയാം, സാബിരീൻ. സാബിരീൻ. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ. وَلَنَبْلُوَنَّكُمْ, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇത് പരീക്ഷണത്തിലുള്ള ലോകം. ഇവിടെ മാക്സിമം അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാജ് സങ്കടപ്പെടും. അവസാനം എനിക്ക് ദുഃഖം ഉണ്ടാവും. അള്ളാഹുവിന്റെ കൽപ്പനകളെല്ലാം കാറ്റിൽ പറത്തി തോന്നിയതുപോലെ ജീവിച്ചാൽ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും ഡോറുകൾ അല്ലാഹു തുറന്നു തരും. ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, കിട്ടിയതൊക്കെ നുകർന്ന് ആസ്വദിച്ച് എൻജോയ് ചെയ്യുമ്പോൾ അഖദ്നാഹും ബഖ്തൻ ഫഇദാഹും മുബ്ലിസൂൻ, അവൻ ആഹ്ലാദിച്ച് ഉല്ലസിച്ച് സന്തോഷിച്ച് വഴിവിട്ട് ജീവിക്കുമ്പോൾ പെടുന്നനെ അള്ളാഹു അവനെ പിടികൂടും. അപ്പോൾ അവൻ നിരാശപ്പെട്ടവനായിരിക്കും. ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. ഇവിടെ അതിരും എതിരും നോക്കാതെ അഴിഞ്ഞാടാൻ തീരുമാനിച്ചാൽ അവസാനം എത്തിപ്പെടുന്നത് ദുഃഖത്തിലേക്കും നിരാശയിലേക്കുമാണ്. അല്ലാഹു പറയാ, വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി, ഭയം കൊണ്ട്, വൽ ജൂഇ, വിശപ്പ് കൊണ്ട്, വനഖ്സിൻ മിനൽ അംവാലി, സമ്പത്തിന്റെ നഷ്ടം കൊണ്ട്, കുറവുകൾ കൊണ്ട്, വൽ അൻഫുസി, കൂടെയുള്ളവരെ മരിപ്പിച്ചുകൊണ്ട്, വസ്സമറാത്ത്, വിഭവങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വബശ്ശിരിസ് സാബിരീൻ, അപ്പോൾ ക്ഷമിക്കുന്നവർക്കാകുന്ന സന്തോഷ വാർത്ത. അവർക്ക് ഏത് മുസീബത്ത് ബാധിച്ചാലും അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം, ക്ഷമിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യമുണ്ട്, അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള റഹ്മത്തുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഹിദായത്തുണ്ട്. സൂറത്ത് അൽ ബഖറയുടെ 154 മുതൽ 157 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു പറയുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ക്ഷമിക്കുന്നവരാവുക. സാബിരീങ്ങൾക്ക് വലിയ പ്രതിഫലമാണ്. ഇന്നമാ യുവഫ്ഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകും. രോഗം ബാധിച്ച ഒരു പെണ്ണ് നബിയോട് വന്ന് രോഗം മാറ്റിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, പെണ്ണെ നീ ക്ഷമിച്ചോ, നിനക്ക് സ്വർഗം കിട്ടും. രോഗം എന്തായാലും ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. ആ രോഗമുണ്ടാകുമ്പോൾ ക്ഷമിച്ചാൽ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക, ഇത് പടച്ചോൻ എനിക്ക് തന്നൊരു പരീക്ഷണമാണ്, അത്ര മതി. അതോടുകൂടെ സ്വർഗം ഉറപ്പായി. പിരാഗിയിട്ട് കാര്യമുണ്ടോ? ദേഷ്യം പിടിച്ചിട്ട് കാര്യമുണ്ടോ? വെറുപ്പ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കിട്ടേണ്ട കിട്ടിയില്ലേ, പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ക്ഷമിക്കാം. അപ്പൊ നമുക്ക് സമാധാനം ഉണ്ടാവും. പ്രാഗി പറയും തോറും വിഷമമുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, മടുപ്പും ചടപ്പും തോന്നും.
ജീവിത നൈരാശ്യം തോന്നും. അതുകൊണ്ട് ക്ഷമിക്കുക. ക്ഷമ എന്നുള്ളത് മഹത്തായ ഇബാദത്താണ്. അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചേക്ക് അല്ലാഹു. അഞ്ചാമത്തെ കാര്യം തരങ്ങൾ തബ്ശീറുൽ മുഹ്തദീൻ, അല്ലാഹുവിന്റെ ദീനിന്റെ ശരിയായ വഴിയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ. അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹു ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ് വഉലൈക ഹും ഉലുൽ അൽബാബ്. വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുകയും ഏറ്റവും ശരിയായതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ. ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ്, അവർക്കാണ് അല്ലാഹ് സന്മാർഗം കാണിക്കുന്നത്. വഉലൈക ഹും ഉലുൽ അൽബാബ്, അവരാകുന്നു ബുദ്ധിജീവികൾ. എന്താ അവിടെ പ്രത്യേകത? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുന്നു. അല്ലാഹുവില്ലാത്ത ശക്തികളെ അവർ ഉപേക്ഷിക്കുന്നു. ലഹുമുൽ ബുശ്റ, അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. ഫബശ്ശിർ ഇബാദ്, അങ്ങനെയുള്ള എന്റെ ദാസന്മാർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. സുഹൃത്തുക്കൾ, നമുക്ക് ഈ തൗഹീദും സുന്നത്തും ശരിയായിട്ടുള്ള ദീനൊക്കെ കേൾക്കാനും പഠിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. ആ വഴിയിൽ ഉറച്ചു മുന്നോട്ട് പോകാൻ, ആ വഴിയിൽ ഉറച്ചു മുന്നോട്ട് പോകാം. ആ വഴിയിൽ ഉറച്ചു മുന്നോട്ട് പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം എളുപ്പമാക്കും, എല്ലാം അല്ലാഹു ഏറ്റെടുക്കും. മുഹ്തദീങ്ങളുടെ കൂട്ടത്തിൽപ്പെടാൻ, ഹിദായത്തിന്റെ വഴിയിൽ, സന്മാർഗത്തിന്റെ വഴിയിൽ അടിയുറച്ചു മരണം വരെ പോകാൻ നമുക്ക് സാധിക്കണം. ഈ കൊച്ചു ശരീരത്തിന് കഴിക്കാൻ അല്പം മതി, അല്ലെ, കുടിക്കാൻ അല്പം മതി. എന്താണ് ഈ ശരീരം കൊണ്ട് നമുക്ക് കിട്ടാനുള്ളത്? എല്ലാവരുടെയും പ്രീതിപ്പെടുത്തിയിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. എല്ലാം ആസ്വദിച്ചിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. പടച്ചറബ് തന്ന അല്പം ആയുസ്സിനെ ഉപയോഗിച്ച് ഈ കൊച്ചു ശരീരത്തെ സ്വർഗത്തിലേക്ക് എത്തിക്കണം. അതാണ് നമ്മുടെ ദൗത്യം. അതിന് ഈ ദീനിന്റെ ഹിദായത്തിൽ നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയാൽ അല്ലാഹ് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾക്കാണ് അല്ലാഹുവിന്റെ സന്തോഷ വാർത്ത. ആറാമത്തെ കാര്യം എന്താ പറയുക? തബ്ശീറുൽ കാഫിരീന, സത്യനിഷേധികൾക്കും പാപികൾക്കുമുള്ള അല്ലാഹുവിന്റെ സന്തോഷ വാർത്ത. അതെന്താണ്? വബശ്ശിരിൽ ലദീന കഫറൂ ബിഅദാബിൻ അലീം. കുഫാറുകൾക്ക്, സത്യനിഷേധികൾക്ക്, പടച്ച റബ്ബിന് പങ്കുകാരെ വെക്കുന്ന ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നരക ശിക്ഷയെ സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ്. അതായത് അവസാനിപ്പിക്കുന്ന എങ്ങനെ അറിയോ? ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അല്ലാഹ് ഇഷ്ടപ്പെടുന്നത് മുത്തഖികളെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എല്ലാ തരത്തിലുമുള്ള കുഫ്റിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, മഅസിയത്തിൽ നിന്ന്, ഫുജൂറിൽ നിന്ന്, നാവുകൊണ്ട്, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കൈകൊണ്ട്, കാലുകൊണ്ട്, സമ്പത്തുകൊണ്ട്, ശരീരം കൊണ്ട് നമ്മിൽ സംഭവിക്കുന്ന എല്ലാ വീഴ്ചകളെയും പടച്ചറബിനോട് ഏറ്റുപറഞ്ഞ് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് പടച്ചറബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ പുൽകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത്. സത്യനിഷേധികൾക്കും പാപികൾക്കും അല്ലാഹ് സന്തോഷ വാർത്ത അറിയിച്ചത് നരകമാണ്. നരകം ഒരു സന്തോഷമല്ല എന്ന് നമുക്കറിയാം. ആ സന്തോഷ വാർത്ത അറിയിക്കുന്നത് അവർക്ക് കൂടുതൽ മാനസികമായ പണിഷ്മെന്റാണ്. മനസ്സും ശരീരവും ഒരുപോലെ ശിക്ഷിക്കപ്പെടുന്ന ലോകമാണ് നരകം. ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബ. കഠിനമായ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നരകാവകാശികളോട് വിളിച്ചു പറയുന്ന വാക്ക് ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബ. അനുഭവിച്ചോളൂ, ആസ്വദിച്ചോളൂ, നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ ഒന്നും ഏറ്റിത്തരാൻ പോകുന്നില്ല എന്നാണ്. അസഹ്യമാണ് സുഹൃത്തുക്കളെ, അസഹ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സന്തോഷ വാർത്തയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ 5 ക്വാളിറ്റീസ് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അല്ലാതെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിച്ചിട്ടുള്ള സന്തോഷ വാർത്തകളുണ്ട്. ആ സന്തോഷം കൂടെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. സൂറത്ത് അൽ ബഖറയെയും ഫാത്തിഹയെയും ഒക്കെ സന്തോഷ വാർത്തയായിട്ട് അല്ലാഹു അറിയിച്ചിട്ടുണ്ട്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തബ്ശീറുൽ ഉമ്മത്തുൽ ഇസ്ലാമിയ്യ, ഉമ്മത്ത് മുസ്ലിമിന് വബശ്ശിർ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് നബിയെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. എന്തെല്ലാമാണ് സന്തോഷ വാർത്ത? റിഫ്അത്ത്, അവർക്ക് ഉയർച്ചയുണ്ടാകും, അവർക്ക് അല്ലാഹുവിന്റെ സഹായമുണ്ടാകും, അവർക്ക് ഭൂമിയിൽ ആധിപത്യമുണ്ടാകും എന്ന സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അഹ്ലു തൗഹീദിന്, തൗഹീദിന്റെ ടീമിന്, ഏതെല്ലാം ടീമിനുണ്ടാവും ചോദിച്ചാൽ ഇസ്ലാമികമായിട്ടുള്ള മുസ്ലിം ഉമ്മത്തിന്, അതുപോലെ തന്നെ തൗഹീദിന്റെ ടീം, മൻ ലഖിയല്ലാഹ് ലാ യുശ്രിക് ബിഹി ശൈഅ ദഖലൽ ജന്ന.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയോട് പറയാണ്, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്യാതെ മരിച്ച സ്വർഗ്ഗമുണ്ട്. അദ്ദേഹം ചോദിക്കുകയാണ്, അലാ ഉബശ്ശിറുന്നാസ്, ഞാൻ ജനങ്ങളെ സന്തോഷവാർത്ത അറിയിച്ചോട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറഞ്ഞു, താങ്കൾ അറിയിച്ചുകൊള്ളുക, പക്ഷേ അതിനെ അവലംബിച്ച് അവർ മുന്നോട്ട് പോകുമെന്ന് ഞാൻ ഭയക്കുന്നുണ്ട് എന്ന് പറയുന്നതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, അഹ്ലു തൗഹീദ്, തൗഹീദിന്റെ വക്താക്കളാവുക, യഥാർത്ഥ മുസ്ലിമീങ്ങളാവുക, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നവരാവുക, പടച്ച റബ്ബിന്റെ ഭവനത്തിലേക്ക് രാവും പകലും വ്യത്യാസമില്ലാതെ നടന്നു വരിക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാൻ സാധിക്കും. യസീദ് ഇബ്നു സെയ്ദ് പറയാണ്, അദ്ദേഹം പള്ളിയിലേക്ക് ഇങ്ങനെ പോകുമ്പോ അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുകയുണ്ടായി, ഐന തുരീദ്, എങ്ങോട്ടാണ് താങ്കൾ? അദ്ദേഹം പറഞ്ഞു, ഇലൽ മസ്ജിദ്, മസ്ജിദിലേക്കാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്, മാ മിൻ അബ്ദിൻ യഖ്റുജു മിൻ ബൈതിഹി ഇല്ലാ ഗുദുവൻ ഔ റാഹ ഇലൽ മസ്ജിദ് ഇല്ലാ കാനത്ത് ഖുതാഹു ഖുത്വതൻ കഫാറ വഖുത്വതു ദറജ. അവന്റെ ഓരോ കാലടിപ്പാടുകളും അവന്റെ പാപങ്ങൾ പൊറുക്കും, അവന്റെ ദറജ ഉയർത്തും. മാത്രവുമല്ല, ബശ്ശിരിൽ മശ്ശഈന ഫിദ്ദുലം ഇലൽ മസാജിദി ബിന്നൂരി താമി യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആളുകൾക്ക് സുഹൃത്തുക്കളെ പരലോകത്ത് പ്രകാശമുണ്ട്. ബശ്ശിർ, നീ സന്തോഷവാർത്ത അറിയിക്കണം. ആർക്ക്? അൽ മശ്ശഈന, നടന്നു പോകുന്ന ആൾക്കാർക്ക്. ഫിദ്ദുലം, രാത്രിയിൽ. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാൻ ഇടവന്നു. ഒരു മനുഷ്യൻ വാക്കർ ഉപയോഗിച്ചുകൊണ്ട്, വയസ്സായ ഒരു മനുഷ്യൻ വാക്കർ ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു ഹൈവേ, വലിയൊരു റോഡ് ക്രോസ് ചെയ്ത് പള്ളിയിലേക്ക് പോകുന്ന കാഴ്ചയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്കൊക്കെ എന്തിന്റെ കുറവാ അല്ലെ? ഒരു 15,000 രൂപ ശമ്പളത്തിന് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭൗതികമായ ലാഭത്തിന്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ പള്ളിയിൽ നിന്ന് അകന്നു പോകുന്നു. ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകുന്നു. നിസ്കരിച്ചാൽ മതിയല്ലോ, എപ്പോഴും നിസ്കരിച്ചാൽ മതിയല്ലോ, എപ്പോഴും നിസ്കരിച്ചാൽ പോരാ. ഇന്ന സ്വലാത്ത കാനത്തൽ മുഅ്മിന കിതാബൻ മഖൂത, നമസ്കാരം സമയം നിശ്ചയിക്കപ്പെട്ടതാണ്. എവിടെയെങ്കിലും നിസ്കരിച്ചാൽ പോരാ. പിന്നെയോ വർക്കഉ മഅർ റാക്കിഈൻ, സുജൂദ് ചെയ്യുന്നവരോടൊപ്പം, റുകൂഅ ചെയ്യുന്നവരോടൊപ്പം ജമാഅത്തായി നിങ്ങൾ നിസ്കരിക്കണം. നരകക്കാർ സ്വർഗ്ഗക്കാരെ കാണും. സ്വർഗ്ഗക്കാർ ചോദിക്കും, മാ സലകക്കും ഫീ സഖർ, നിങ്ങൾ എങ്ങനെ നരകത്തിലെത്തി? അവർ പറയും, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂടെയായിരുന്നില്ല. നിസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കണം. തൽക്കാല ലാഭത്തിന് വേണ്ടിയിട്ട്, ജോലിക്ക് വേണ്ടി ജമാഅത്ത് മുടക്കുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. ഇങ്ങനെയുള്ള ചില ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവരുടെ മേൽ സന്തോഷവാർത്ത അറിയിച്ച് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ചില വ്യക്തികൾ, അത് സ്വഹാബത്തിന്റെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ നമുക്കും ആ ഒരു സന്തോഷവാർത്ത കിട്ടാൻ എന്തെല്ലാം കാര്യങ്ങൾക്കാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ നൽകിയിട്ടുള്ളത്, ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അവന്റെ ദീനിന്റെ വഴിയിൽ അടിയുറച്ചു മുന്നോട്ട് പോകാനും പടച്ച റബ്ബിന്റെ സന്തോഷവാർത്തയ്ക്ക് പാത്രമാകാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു നമുക്ക് നൽകപ്പെട്ട എല്ലാറ്റിലും ബർക്കത്തും ഖൈറും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും കഠിനാധ്വാനം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. കേൾക്കുന്നത് അമലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇൽമുൻ നാഫിഅ അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യവും ബർക്കത്തും സന്തോഷവും കൺകുളിർമയും ഏറ്റി നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബത്തെ ഏറ്റവും നല്ല കുടുംബമാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും അല്ലാഹു നമുക്ക് കൺകുളിർമ നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു ഹാഫിദുകളും പണ്ഡിതന്മാരും നല്ല മക്കളുമാക്കി മാറ്റുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യവും സമാധാനവും നിലനിർത്തി തരുമാറാവട്ടെ. ഇവിടെ അനൈക്യവും ഛിദ്രതയും കലാപവും വിതയ്ക്കാൻ തന്ത്രങ്ങൾ മെനയുന്നവരുടെ ആസൂത്രണങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.